ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റെയിനി ഡേ ആണ് നമുക്കിവിടെ. പ്രൊഡക്റ്റീവായി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും മഴ കാരണം ഫുൾ മോട്ടിവേഷൻ പോയി. ആഷ്ലി ഹോം സ്റ്റോറിൽ ഞാനൊരു 2 മാസം മുമ്പ് ഒരു വാസ് ഓർഡർ ചെയ്തിരുന്നു. അതെന്തായാലും പിക്കപ്പിന് റെഡിയാണെന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ വന്നു. ഈ കാറിൽ എൻ്റെ ഫസ്റ്റ് ഡ്രൈവാണ് ഒറ്റയ്ക്ക്. അങ്ങനെ ഞങ്ങളത് പിക്കപ്പ് ചെയ്യാൻ ലണ്ടൻ ഒണ്ടാരിയോയിലുള്ള വണ്ടർലാൻഡ് സൗത്തിലെ ലൊക്കേഷനിലെത്തി. ആഷ്ലി ഹോം സ്റ്റോർ ഒരു കനേഡിയൻ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് കമ്പനിയാണ്. 2006 ഇവരുടെ ഫസ്റ്റ് ലൊക്കേഷൻ കാനഡയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കാനഡയിൽ ഇവർക്ക് 60 ലൊക്കേഷൻ ഉണ്ട്. ഇതിൽ 28 ലൊക്കേഷനും ഒണ്ടാരിയോയിലാണ്. ഇനി സ്റ്റോറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയാട്ടോ. ഇവർക്ക് ഫിനാൻസിങ് ഓപ്ഷൻസ് ഉണ്ട്, ഡിഫേർഡ് പേയ്മെൻറ്റും അതുപോലെ ഈക്വൽ മന്ത്ലി പേയ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇവർക്ക് ഫ്രീ ഡെലിവറി ഓപ്ഷൻ ഇല്ല. $600 താഴെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ $49 ഡെലിവറി ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ഇൻ സ്റ്റോർ പിക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്തത്. പിന്നെ ഇവർക്ക് പ്രൈസ് ഗ്യാരണ്ടി ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് വിത്തിൻ 30 ഡേയ്സ് ഇതിനെങ്കിലും ലോവർ പ്രൈസ് മറ്റൊരു സ്റ്റോറിൽ നമ്മൾ കാണുവാണെങ്കിൽ ഇവർ പ്രൈസ് മാച്ച് ചെയ്യും. ദാറ്റ് ഓൾസോ 125%. അതുപോലെ തന്നെ ഇവർ ഓൺലൈൻ പ്രൈസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈവൻ വേഫെയർ അല്ലെങ്കിൽ ആമസോൺ പോലത്തെ ഓൺലൈൻ സ്റ്റോറിൽ ഇവരെല്ലാം ലോ പ്രൈസ് കാണുവാണെങ്കിൽ അതുമായിട്ടും ഇവർ പ്രൈസ് മാച്ച് ചെയ്യും. ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പം എന്തായാലും സ്റ്റോർ ഒന്ന് കറങ്ങി കാണാമെന്ന് കരുതി. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും അല്ല കേട്ടോ, പക്ഷെ എന്നാലും നമുക്ക് ഹോം ഡെക്കോറിനുള്ള കുറച്ച് ഐഡിയാസും ഇൻസ്പിറേഷനും ഒക്കെ ഇങ്ങനത്തെ വിസിറ്റിൽ നിന്ന് കിട്ടും. ഇവർ മെയിനായിട്ട് ഒരു ഫേർണിച്ചർ സ്റ്റോറാണ്, പക്ഷേ ഹോം ഡെക്കോറിൻ്റെ ഒത്തിരി ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഹോം ഡെക്കോറിൻ്റെ ഒത്തിരി കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് വീട് വാങ്ങിച്ചാണെങ്കിലോ അല്ലെങ്കിൽ പഴയ ഫേർണിച്ചർ റീപ്ലേസ് ചെയ്ത് പുതിയത് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ ഈ സ്റ്റോറൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. ഇവർ റീസണബിളി പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത വാസ് തന്നെ ഞാൻ കുറേ സൈറ്റിൽ നോക്കി, അവസാനം ഇവരാണ് നല്ലൊരു പ്രൈസിൽ അവൈലബിൾ ആയത്. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റോർ ഷോപ്പിംഗ് ചെയ്യുന്നത് വളരെ ചുരുക്കമുള്ളൂ. കാര്യം പിള്ളേരെ വെച്ച് സ്റ്റോർ ഷോപ്പിംഗ് അത്ര കൺവീനിയൻ്റ് അല്ല. ഇഷ്ടമുള്ള ടൈമിൽ ഷോപ്പ് ചെയ്യുകയും ചെയ്യാം. ഈ ഫാബ്രിക് കൗച്ച് ട്രെൻഡി ആണെങ്കിലും കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇതത്ര പ്രാക്ടിക്കൽ ഓപ്ഷൻ അല്ല. പിന്നെ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന വാസിൻ്റെ ഒരു സിമിലർ ഓപ്ഷൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഈ വാസ് ഓർഡർ ചെയ്തത് ഫ്ലവേഴ്സിനല്ല കേട്ടോ, അതൊരു കിച്ചണിലെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റോറിലെ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയത്. ഒരു റസ്റ്റിക് ലുക്കും ഉണ്ട്, ഒരു ഫാം ഹൗസ് സ്റ്റൈല് വീടിനൊക്കെ ഒരു ബെസ്റ്റ് അഡീഷൻ ആയിരിക്കും. പിന്നെ എനിക്ക് റെറ്റൻ ഫേർണിച്ചറിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിമിലർ മോഡലിലുള്ള ഒരു ടേബിളാണ് ഞങ്ങളുടെ എൻട്രി വേയിലിരിക്കുന്നത്. പിന്നെ അങ്ങനെ നടന്ന് ഈ യുണീക്ക് പീസും ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ ഇന്നത്തെ ഔട്ടിംഗ് പ്ലാനിൽ പിക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വോളാർട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്കായിട്ടാണ് തോന്നിയത്. ഞാൻ ഈ റെയിൽ ആർട്ട് വേറെ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിംബലൈസേഷൻ എന്താണെന്ന് നോക്കി വന്നപ്പോഴാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൻ്റെ ജേർണി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതൊക്കെയാണെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ലാൻഡ്സ്കേപ്പ് നേച്ചർ പ്രിൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെക്കുമ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസാണ് ഇഷ്ടം. അങ്ങനെ പിക്കപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ റെഡിയായി. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ ടിം ഹോർട്ടൻസ് ഡ്രൈവ് ത്രൂവിലെത്തി. ഈ സമയമായതുകൊണ്ട്, അതായത് ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കാനഡയിലുള്ള ആർക്കും ടിം ഹോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അല്ലാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഫാസ്റ്റ് ഫുഡ് ചെയിനാണ്. ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഈ ടിം ഹോർട്ടൻസിൽ മോർണിംഗ് കോഫി എന്ന് പറഞ്ഞാൽ അവരൊരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ്. കോഫി കൂടാതെ ഇവിടെ കുക്കീസ്, സാൻഡ്വിച്ച്, മഫിൻസ് അതുപോലെ സ്നാക്ക് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. സ്കൂൾ ബസ് വരാനുള്ള ടൈം ആയതുകൊണ്ട് നേരെ ഓസ്റ്റിനെ പിക്ക് ചെയ്ത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ടിം ഹോർട്ടൻസിൽ പോയി. ക്യാരറ്റ് മഫിനാണ് ഓസ്റ്റിൻ റിക്വസ്റ്റ് ചെയ്തത്, പക്ഷേ എന്നാലും അത് അവൈലബിൾ അല്ലാഞ്ഞുകൊണ്ട് ടിംബിറ്റ്സ് ആയിരുന്നു നെക്സ്റ്റ് ഓപ്ഷൻ പറഞ്ഞത്. ഇത് നമ്മളങ്ങനെ ഫ്രീക്വൻ്റ്ലി വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. ഓസ്റ്റിൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ബാക്ക് യാർഡിലോട്ടാണ്. ഇവന് കൺസ്ട്രക്ഷനും ഗാർഡനിങ് വർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇവരുടെ സ്കൂളിലും ഗാർഡനിങ്ങിനെ കുറിച്ചും പിന്നെ അതുപോലെ പെയിൻറ്റിങ്ങും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുവന്ന ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഹെൽപ്പ് ചെയ്യാനുള്ള ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ റിയൽ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ അൺബോക്സിംഗ് ആണ് കേട്ടോ.
ചില ഓൺലൈൻ പർച്ചേസസ് ഒക്കെ അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആവില്ലെങ്കിലും ഇവിടുത്തെ റിട്ടേൺ ഓപ്ഷൻസ് വളരെ ഫ്ലെക്സിബിൾ ആണ്. പല കമ്പനിക്കാരും ഫ്രീ റിട്ടേൺസ് ഓഫർ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ്. പിന്നെ ഈ ബോക്സസ് ഡിസ്പോസ് ചെയ്യുന്നത് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു വർക്കായിട്ട് തന്നെ പറയാട്ടോ. അതൊരു ഡൗൺ സൈഡാണ്. ടെറക്കോട്ട കൺസ്ട്രക്ഷനിൽ ആൻറ്റീക്ക് ലുക്കുള്ള ഒരു വാസാണിത്. ഈ ടെറക്കോട്ട വാസസ് കോസ്റ്റ് എഫക്റ്റീവും അതുപോലെ തന്നെ ഒരു എക്കോ ഫ്രണ്ട്ലി ഓപ്ഷനും കൂടെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ വാസ് എന്തിനാണ് വാങ്ങിയെന്ന് കാണാം. ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടാണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ഫോർ നൗ.